എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ സമവായം കണ്ടെത്താനുള്ള ചർച്ച പുരോഗമിക്കുന്നു. രാത്രി 10:30 21 വൈദികരുമായി ജോസഫ് പാംപ്ലാനി ചർച്ച നടത്തും. തലശ്ശേരിക്ക് പോയ ബിഷപ്പ് യാത്ര റദ്ദാക്കി കൊച്ചിയിലേക്ക് തിരിച്ചു. കളക്ടറുടെ നേതൃത്വത്തിൽ അല്പസമയം മുൻപ് ആദ്യഘട്ട ചർച്ചയിലാണ് തീരുമാനം. ഈ ചർച്ചയിൽ കൂരിയ അംഗങ്ങൾ പങ്കെടുക്കില്ല. ഹൈബി ഈഡൻ എംപിയെയും TJ വിനോദ് MLAയും രൂക്ഷമായി വിമർശിച്ച അതിരൂപത സംരക്ഷണ സമിതി രംഗത്തെത്തി. തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇതൊരു ഇന്റേണൽ മാറ്ററാണ്, ചർച്ച് ബന്ധപ്പെട്ട ഒരു ഇന്റേണൽ മാറ്ററാണ്. പക്ഷേ സർക്കാരിന്റെ നിലയിൽ ലോ ആൻഡ് ഓർഡർ പാരമൗണ്ട് ആണ്. ഈ മീറ്റിംഗിൽ രണ്ട് കൂട്ടരും പല കാര്യങ്ങൾ ഉന്നയിച്ചു. 21 പ്രീസ്റ്റ് അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു. സോ ചർച്ചയ്ക്ക് ശേഷം കുറച്ച് കാര്യങ്ങളിൽ ആർച്ച് ബിഷപ്പോട് തന്നെ സംസാരിക്കേണ്ടി വന്നു. ബിക്കോസ് തീരുമാനം അവിടെ നിന്ന് ഫോൺ മുഖാന്തരം സംസാരിച്ചു. നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി തൃശ്ശൂർ വരെയാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് രാത്രി തന്നെ തിരിച്ചു വന്ന് 10:30 മണിക്ക് നമുക്ക് ബിഷപ്പ് ഹൗസിൽ ആ 21 പ്രീസ്റ്റോട് 1-to-1 ഒരു ഡിസ്കഷൻ നടത്തി വളരെ പോസിറ്റീവായിട്ട്, ബിക്കോസ് ഒരു ചർച്ച് ബന്ധപ്പെട്ട ഇന്റേണൽ മാറ്ററാണ്, വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്ത് എങ്ങനെ എല്ലാ കുറേ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അത് സോ മെനി മാറ്റേഴ്സ് അതെല്ലാം ഒരു രാത്രിയിൽ തീർക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു നല്ല പോസിറ്റീവ് തുടക്കമായിട്ട് നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. നിതിൻ, സർക്കാരിന്റെ പ്രതിനിധി എന്ന രീതിയിൽ കളക്ടറുമായുള്ള ചർച്ച കഴിഞ്ഞു. അതിനുശേഷം ഇതിപ്പോൾ ഒരു ഇന്റേണൽ കാര്യമാണ് സഭയുടെ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള 21 വൈദികരുമായി ഇനി പാംപ്ലാനി ചർച്ച നടത്തും. അതിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയാണോ നിലവിലുള്ളത്? തീർച്ചയായും സ്നേഹം, അങ്ങനെയാണ് നമ്മളിപ്പോൾ കരുതേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് അതിരൂപത ആസ്ഥാനത്ത് അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിൽ വലിയ തോതിലുള്ള സംഘർഷമൊക്കെ. ഇതിനെ തുടർന്ന് ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയത്. അതിൽ ഫാദർ തോമസ് മുണ്ടാടിന്റെ നേതൃത്വത്തിലാണ് അതിരൂപത സംരക്ഷണ സമിതി എത്തിയത്. ഒപ്പം തന്നെ ഔദ്യോഗിക വിഭാഗത്തിന് വേണ്ടി ജേക്കബ് പാലക്കിപ്പള്ളിയുമാണ് എത്തിയത്. ഫാദർ ജേക്കബ് പാലക്കിപ്പള്ളിയുമാണ് എത്തിയത്. ഏതായാലും ഈ ചർച്ച ശുഭപ്രതീക്ഷയായിരുന്നു എന്നാണ് കളക്ടറും ഒപ്പം തന്നെ അതിരൂപത സംരക്ഷണ സമിതിയും വ്യക്തമാക്കുന്നത്. അതായത് നേരത്തെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പുത്തൂർ ചർച്ചയ്ക്ക് പോലും തങ്ങളോട് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ജോസഫ് പാംപ്ലാനി ചുമതലയേറ്റത് മുതൽ തങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറായത് ശുഭപ്രതീക്ഷയാണ്. അതായത് അദ്ദേഹം തലശ്ശേരിയിലേക്ക് തിരികെ പോവുകയായിരുന്നു. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ള 20-ാം തീയതിക്ക് മാത്രമേ ചർച്ച നടത്താൻ പറ്റുമെന്നാണ് ആദ്യം അദ്ദേഹം അറിയിച്ചതിന്. പിന്നീട് അദ്ദേഹം ആ തീരുമാനം മാറ്റുകയായിരുന്നു. കളക്ടറോടക്കം ഇപ്പോൾ തന്നെ ചർച്ച നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് 10:30 അദ്ദേഹം തിരികെ ബിഷപ്പ് ഹൗസിലെത്തും. അതിനുശേഷം നിലവിൽ പ്രാർത്ഥനായജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന 21 വൈദികരുമായി അദ്ദേഹം ചർച്ച നടത്തും. മറ്റ് ആരും തന്നെ ഈ ചർച്ചയ്ക്കുണ്ടാവില്ല. കൂരിയ അംഗങ്ങളോ സർക്കാർ പ്രതിനിധികളോ ഈ ചർച്ചയ്ക്കുണ്ടാവില്ല. ഏതായാലും ശുഭപ്രതീക്ഷയാണ്. വിഷയത്തിൽ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കണം. ചർച്ചയിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാനാകൂ എന്നാണ് ഇരു വിഭാഗവും പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ ചർച്ചയിലൂടെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാനാകുമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തർക്കം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകുമെന്ന് സർക്കാരിനറിയാം. അതുകൊണ്ട് സർക്കാരിന്റെ തീരുമാനം ഇത് ആഭ്യന്തര കാര്യമാണ്. അതുകൊണ്ട് അവർ തന്നെ ഇരുന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണമെന്നാണ്. അത് അങ്ങനെ തന്നെ ആകുമെന്നാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ പ്രാർത്ഥനായജ്ഞം നടത്തുന്ന 21 വൈദികരുമായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചർച്ച നടത്തും. അതിനുശേഷം ഒരുപക്ഷെ ഒരു രമ്യമായ പരിഹാരം തന്നെയാവും ഉണ്ടാവുക.